ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പം ഇപ്പോൾ സമയം 6 മണിയായി. രാവിലെ ഒന്ന് അമ്പലത്തിൽ വരെ പോയിട്ട് വരാം. അപ്പോൾ ഞാൻ ഒന്ന് റെഡി ആവട്ടെ. അപ്പോൾ ഞാൻ എന്താ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് അമ്പലത്തിൽ പോകാനായിട്ട്. അമ്മയും നമുക്കിനി അച്ഛനും അമ്മയും കൂടെ വരാനുണ്ട്. അച്ഛനും അമ്മയും ദേവനും കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ എന്താ റോഡിലിറങ്ങി വണ്ടിയായിട്ട് അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്നാണ് അവർ പറഞ്ഞത്. അമ്പലത്തിൽ ചെന്നിട്ട് ബാക്കി വീഡിയോസ് കാണാതെ. അങ്ങനെ അച്ഛൻ വന്ന് അച്ഛനും ദേവനും കൂടെയാണ് വന്നത്. അമ്മ വന്നില്ല. അമ്മ ഉണ്ടെന്നും കരുതിയാണ് ഞാൻ മുകളിൽ ഇരുന്ന വണ്ടി കഷ്ടപ്പെട്ട് താഴെ ഇറക്കി. കുറച്ച് പാടാണ് ഇറക്കാനായിട്ട്. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തിയേ. നമ്മളിന്ന് വന്നത് വേറെ ഒന്നുമല്ല, ദേവൻ വ്രതമാണ് ശബരിമല പോകാനായിട്ട്. അവൻ വ്രതം തുടങ്ങിയിട്ട് കുറേ ദിവസമായി. അപ്പോൾ ഇന്ന് എക്സാം ഇന്നാണ് തീരുന്നത്. അപ്പോൾ ഇന്ന് അവന് മാല ഇടാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അപ്പോൾ അവർ പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനും കുറേ ദിവസമായി അമ്പലത്തിലൊക്കെ പോയിട്ട്. അങ്ങനെ അവന് മാലയൊക്കെ ഇട്ട് നമ്മൾ തൊഴുതിറങ്ങി ചന്ദനം തൊട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ദേവൻ അവിടെ നിൽക്കുന്നു, അവന് മാലയൊക്കെ ഇട്ട്. പിന്നെ ഞാൻ ഒറ്റയ്ക്ക്, ഞാനും അച്ഛനും ദേവനായിട്ടാണ് വന്നത്. എന്നെയും ധുവി അവിടെ നല്ല ഉറക്കമാണ്. ധുവി ഉണരാതെ ഒരു വിധത്തിലാണ് ഞാൻ സൗണ്ട് ഉണ്ടാക്കാതൊക്കെ എണീറ്റ് വന്നത്. അവൻ ഞാൻ എണീറ്റ് കഴിഞ്ഞാൽ അവൻ അപ്പം ഉണരും. അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് അവന്. പിന്നെ ഉണ്ണി അടുത്ത് കിടക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ ഞാൻ തൊഴുതിട്ട് ചുറ്റും ഒന്ന് വലം വയ്ക്കുവാണ്. ഞാൻ നടന്ന് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തി. അങ്ങനെ ഞാൻ തൊഴുതിട്ട് വീട്ടിൽ വന്നേ. ഇവിടെ കഥവും തുറന്നിട്ടില്ല, ആരും എണീറ്റിട്ടില്ല. മനസ്സിലാക്കാതെ നിന്ന് നോക്കട്ടെ. അപ്പം ഞാൻ റൂമിൽ പതുക്കെ വന്ന് നോക്കിയപ്പോൾ ഞാൻ കണ്ട കാഴ്ച ഇതാണ്. അച്ഛൻ നല്ല ഉറക്കം, മോൻ അവിടെ പേപ്പറും കടിച്ച് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അപ്പോൾ എപ്പോൾ ഉണർന്നെന്ന് അച്ഛൻ്റെ അടുത്ത് ചോദിച്ചിട്ട് അവൻ്റെ അച്ഛൻ അറിയത്തില്ല. അപ്പം ഞാൻ എന്ത് ചോദിച്ചപ്പോൾ എന്നെ നോക്കി ചിരിക്കുവാണ്. എന്നെ കാണുന്ന വരെ കുഴപ്പമില്ല, എന്നെ കണ്ടപ്പം അവന് പിന്നെ ഭയങ്കര സങ്കടമായി, കരച്ചിലായി, ബഹളമായി, മൊത്തം ഒരിതായിരുന്നു. പിന്നെ ഞാൻ പോയി എടുത്തിട്ട് ഞാൻ പിന്നെ കുറേ നേരം അവനെ കൊഞ്ചിച്ചുകൊണ്ട് നിന്നു. അവനാണെങ്കിൽ എന്നെ കാണാതിരുന്ന് കഴിഞ്ഞാൽ പ്രശ്നമില്ല, എൻ്റെ നിഴൽ കണ്ടു കഴിഞ്ഞാലാണ് അവന് പിന്നെ പ്രശ്നം. പിന്നെ അവനെ ഞാൻ എടുത്തുകൊണ്ട് പോയേ അവന് പറ്റും. വേറെ ആരുണ്ടെങ്കിലും അവന് പ്രശ്നമാണ്. അങ്ങനെ അവനെ എടുത്ത് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നു. അവൻ്റെ അച്ഛൻ ഞാൻ വന്നതും അറിഞ്ഞില്ല, പോയതും അറിഞ്ഞില്ല. പുതച്ച് മൂടിക്കിടന്ന് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. അപ്പം ധുവിയുടെ മൂടത്ര ശരിയല്ല. അവൻ ഉറക്കം നേരത്തെ ആണല്ലോ, സാധാരണ 8 മണിയൊക്കെ കഴിയും. അവൻ്റെ മൂടത്ര ശരിയല്ല, മുഖം കണ്ടോ ഇരിക്കുന്നത് വീർപ്പിച്ച് കെട്ടിച്ചുകൊണ്ട്. അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ മാറി അവന് പാലൊക്കെ കൊടുത്തിട്ട് ഞാൻ ഉണ്ണിയെ ഏൽപ്പിച്ചിട്ട് എൻ്റെ ജോലിക്ക് ഞാൻ വന്നേ. അപ്പോൾ ഇന്ന് ഉണ്ണിക്ക് ജോലിക്ക് പോകണം. അപ്പം രാവിലെ കാപ്പി ചോറൊക്കെ ഉണ്ടാക്കണം. അങ്ങനെ ഞാൻ അവനെ ഉണ്ണീനെ കൊടുത്ത് അവനെ ഉറക്കാൻ പറഞ്ഞിട്ട് ഞാൻ അടുക്കളയിലോട്ട് പോവുകയാണേ. അപ്പോൾ ഇന്ന് രാവിലെ മാവിരിപ്പുണ്ട്, ദോശയ്ക്കുള്ള മാവും പിന്നെ ചമ്മന്തി അരയ്ക്കാമെന്ന് കരുതി, കറി. അങ്ങനെ ഞാൻ ആദ്യം തന്നെ വന്നിട്ട് നമ്മുടെ ട്രൈപോഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ച്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഫ്രിഡ്ജിനകത്ത് ഇന്നലത്തെ ചോറ് കുറച്ച് ബാക്കിയുണ്ട്, ഉണ്ണിക്ക് വേണ്ടിയുണ്ട്. ഞാനിന്ന് ഉച്ചയ്ക്ക് ഇവിടെ അമ്പലത്തിൽ ഉത്സവമാണ്, അപ്പോൾ അവിടെ പോയി കഴിക്കാൻ മതി. അപ്പം അതാദ്യം തന്നെ എടുത്തിട്ട് വടിക്കാമെന്ന് കരുതി. അങ്ങനെ അതെടുത്തുകൊണ്ട് പോയിട്ട് അതിനകത്ത് വെള്ളമൊക്കെ ഒഴിച്ച് വടിക്കാനായിട്ട് വയ്ക്കാൻ തുടങ്ങി. അപ്പോൾ അതിന് മുന്നേ ഞാൻ അടുക്കള വശത്തെ കതക് തുറക്കാനാണ് നോക്കുന്നത്. അത് കുറച്ച് ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത്, കുറച്ച് പാടുപെടണം. അതിനാണ് ഞാൻ കുറേ നേരം കൊണ്ട് കിടന്ന് കഷ്ടപ്പെടുന്നത്. അങ്ങനെ കഷ്ടപ്പാടിൻ്റെ ഒടുവിൽ ഞാൻ ആ കതക് തുറന്നു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചോറിനകത്ത് വെള്ളം ഒഴിച്ച് ആദ്യം അതൊന്ന് വാഷ് ചെയ്തിട്ട് ആ വെള്ളം കളഞ്ഞിട്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാനത് തിളപ്പിക്കാനായിട്ട് വെച്ചത്. അങ്ങനെ അതിൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഞാൻ ചോറ് വെള്ളം കൊണ്ട് വെച്ച് ഗ്യാസ് ഓണാക്കിയിട്ട് അത് കഴിഞ്ഞിട്ട് ഇനി എൻ്റെ അടുത്ത ജോലി ദോശ ഉണ്ടാക്കുന്നതാണ്. അടുത്തതിനി ഫ്രിഡ്ജിൽ നിന്ന് നമുക്ക് ദോശ ഉണ്ടാക്കാനുള്ള മാവ് എടുക്കണം. മാവും പിന്നെ നമ്മുടെ ചമ്മന്തി ഉണ്ടാക്കാനുള്ള മാവ് ഞാൻ നേരത്തെ എടുത്ത് വെക്കാനാണ്. കുറച്ച് തണുപ്പൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് മാവ് ഞാൻ ആദ്യം എടുത്തിട്ട് വെക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തേങ്ങയാണ് എടുക്കുന്നത്. തേങ്ങയും ഒരുമാതിരി തണുത്തിരുന്ന ഒരുമാതിരി കട്ടിയായിട്ടിരിക്കും. ഓൾറെഡി എനിക്ക് തേങ്ങ തിരുമ്മാൻ കൈ വയ്യ. ഉണ്ണിയ അല്ലെങ്കിൽ അമ്മമാരിലാണ് തിരുമുന്നത്, ഇന്ന് ആരും ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഗൈസ്, രാവിലെ ദോശയും ചമ്മന്തി ആക്കാനായിരുന്നു. അപ്പോൾ ഞാൻ പോയി തേങ്ങ തിരുമിയിട്ട് വരാം. ഓക്കെ. അങ്ങനെ ചോറ് തിളച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോഴത്തേക്ക് ഞാൻ തേങ്ങ തിരുമിക്കൊണ്ട് വന്നേ. നമുക്കിത് ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് അരയ്ക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ മിക്സിയുടെ ജാറെടുക്കുവാണ്. ജാറൊക്കെ എടുത്തിട്ട് പിന്നെ നമുക്ക് കൊച്ചുള്ളി വേണമല്ലോ. ജാറ് നമ്മൾ അവിടെ പാത്രമൊക്കെ പല്ലി ഇതാകും, അതുകൊണ്ട് എന്തെടുത്താലും നമ്മൾ വാഷ് ചെയ്തിട്ട് യൂസ് ചെയ്യത്തുള്ളേ. അങ്ങനെ അതിൻ്റെ അടപ്പും ജാറും ഒക്കെ ഒന്ന് കഴുകി പിന്നെ ഞാൻ ഉള്ളി അരിഞ്ഞ് വെച്ചോ, അതിനി അരിയാൻ പോണതേ ഉള്ളൂ. ഞാൻ ഉള്ളി ജാറൊക്കെ കൊണ്ട് സെറ്റാക്കി വെച്ച് അടുത്തത് ഞാൻ ഇനി അരിയാൻ പോണത് ഉള്ളിയാണ്. മറ്റേ കൊച്ചുള്ളി ഉണ്ടല്ലോ, അതാണ് ഞാൻ ഈ അരിഞ്ഞുകൊണ്ട് നിൽക്കുന്നത്.
അങ്ങനെ കുറച്ച് കൊച്ചുള്ളി, കുറച്ചെന്ന് വെച്ചാൽ ഒരു 3-4 കൊച്ചുള്ളിയൊക്കെ എടുത്തിട്ട് ഞാൻ അത് അതിൻ്റെ തൊലിയൊക്കെ വൃത്തിയായി അരിഞ്ഞ് കളഞ്ഞ ശേഷം ഞാൻ പിന്നെ അത് കഴുകുവാണ്, നല്ലോണം വാഷ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിൽ 2-3 കൊച്ചുള്ളി അതിനകത്തോട്ട് ഇട്ട് കൊടുത്ത്, പിന്നെ നമ്മൾ നേരത്തെ ചെറിയ വെച്ചില്ല തേങ്ങയും കൂടി ഇട്ട് കൊടുത്ത്, എന്നിട്ട് ഞാൻ ജസ്റ്റ് അരി ഒന്ന് നോക്കി തിളച്ച് പോന്നേ. അങ്ങനെ നമ്മൾ എടുത്ത് വെച്ച് അതിനകത്തോട്ട് പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത്, എന്നിട്ട് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കാൻ പോവാണ്. നല്ലപോലെ ഒന്ന് അരഞ്ഞ് കിട്ടണം, നല്ല പേസ്റ്റ് പോലെ അരഞ്ഞ് കിട്ടിയാൽ നമ്മുടെ ചമ്മന്തി ഒരു ടേസ്റ്റ് വരും. അങ്ങനെ മിക്സിയിലിട്ട് അടിക്കുന്നുണ്ട് ഞാൻ. അങ്ങനെ നമ്മുടെ ചമ്മന്തി നല്ലോണം അരഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ തുറന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത് നല്ലോണം അരഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ചോറ് തിളച്ചായിരുന്നല്ലോ, അപ്പോൾ ചോറ് വടിക്കാനായിട്ട് നമ്മുടെ ചോറ് വയ്ക്കുന്ന ഇതുണ്ടല്ലോ അടുപ്പ്, അവിടെ വെച്ചാണ് നമ്മൾ ചോറ് വടിക്കുന്നത്. അങ്ങനെ ഞാൻ ചോറ് എടുത്തുകൊണ്ട് പോയിട്ട് ചോറും അങ്ങനെ വടിക്കാൻ വെച്ചിട്ട് ഞാൻ തിരിച്ച് റൂമിൽ പോയി നോക്കിയപ്പോൾ അച്ഛനും മോനും കൂടെ നല്ല ഉറക്കമാണ്. ഉണർന്നിരുന്നതാണ്. പിന്നെ ഉണ്ണി അവനെ ഉറക്കി. അങ്ങനെ ഞാൻ നോക്കിയിട്ട് ഞാൻ പിന്നെ തിരിച്ചിങ്ങ് അടുക്കളയിലോട്ട് വന്നേ. അടുക്കളയിലോട്ടല്ല, ഞാൻ കറിവേപ്പില, പിന്നെ നമ്മുടെ ചമ്മന്തി കടു തളിക്കണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കറിവേപ്പില എടുക്കാനായിട്ടാണ് ഞാൻ പോകുന്നത്. നമുക്കിവിടെ കറിവേപ്പിൻ്റെ ഒരു ചെറിയ 2 മരവുമല്ല ചെടിയും അല്ലാത്ത രീതിയിൽ ഒരിതുണ്ട്. അപ്പോൾ അങ്ങോട്ടാണ് അത് എടുക്കാനായിട്ടാണ് ഞാൻ നടന്നു പോണത്. നമ്മുടെ ഇറങ്ങിപ്പോണ വഴിയുടെ അവിടെ സൈഡിൽ തന്നെയാണ് നിൽക്കുന്നത്, കുറച്ച് മുകളിലായിട്ട് മാറി ഇതാണ്. അങ്ങനെ കറിവേപ്പിലൊക്കെ എടുത്തിട്ട് ഞാൻ തിരിച്ച് അടുക്കളയിൽ വന്നിട്ട് ഒരു പാൻ വെച്ചിട്ട് സ്റ്റൗ ഓണാക്കി അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ, പിന്നെ കുറച്ച് കടുക്, അത്രയാണ് ഇട്ട് കൊടുത്തത് ആദ്യം. പിന്നെ നമ്മൾ പറിച്ചുകൊണ്ട് വന്ന കറിവേപ്പില ഒന്ന് വാഷ് ചെയ്തെടുക്കാൻ പോയതാണ് ഞാൻ. അങ്ങനെ അതും വാഷ് ചെയ്ത് അപ്പോഴത്തേക്ക് കടുകൊക്കെ പൊട്ടിയേ. ഞാൻ വീഡിയോ സ്പീഡ് കൂട്ടിയാണ് ഇട്ടിരിക്കുന്നത്, അല്ലാതെ ഞാൻ ഇത്ര സ്പീഡിൽ ചെയ്യുന്നതല്ലേ, അപ്പം നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ. അങ്ങനെ നമ്മുടെ കടുകൊക്കെ പൊട്ടിയതൊക്കെ നമ്മൾ കറിവേപ്പിലയും ഇട്ടിട്ട്, പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞതിൽ കുറച്ച് കൊച്ചുള്ളി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ നമ്മുടെ ഇതിനകത്തോട്ട് അരിഞ്ഞിട്ടിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുവാണേ. നല്ലോണം ഒന്ന് ഒരു ബ്രൗൺ കളർ ഒക്കെ ആവണേ. അപ്പോഴത്തേക്ക് വേണം നമുക്ക് നമ്മുടെ അരച്ച് വെച്ച മറ്റേ തേങ്ങയില്ലേ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാൻ. അങ്ങനെ ഞാൻ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നമ്മൾ ഓൾറെഡി അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്തേ. എന്നിട്ട് സ്റ്റൗവിൻ്റെ തീ കുറച്ച് വെച്ച് ഫ്ലെയിം. എന്നിട്ട് നമ്മുടെ അരച്ച ജാറുണ്ടല്ലോ അത് കഴുകി നല്ലപോലെ കഴുകി എന്നിട്ട് അതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുവാണേ. ആ കഴുകിയ വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുവാണേ. എന്നിട്ട് ഞാൻ ഉപ്പിട്ടിട്ടില്ലായിരുന്നേ, ഞാൻ കുറച്ച് ഉപ്പ് നോക്കിയിട്ട് പിന്നെ ആവശ്യത്തിന് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാമെന്ന് കരുതി ഞാൻ നോക്കിയപ്പം ആവശ്യത്തിന് കറക്റ്റായിരുന്നു. അപ്പം നമ്മുടെ ചമ്മന്തി ഒന്ന് ജസ്റ്റ് ചൂടാക്കിയെടുത്ത്, തിളപ്പിക്കാൻ പറ്റത്തില്ലല്ലോ, തിളപ്പിച്ചാൽ നമ്മുടെ പീര എന്തൊരു സംഭവിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ തിളപ്പിക്കാറില്ല. പിന്നെ നമ്മുടെ അതെടുത്തിട്ട് ഞാൻ സ്റ്റൗ ഓഫാക്കാതെ തന്നെ നമ്മുടെ ദോശത്തവ എടുത്ത് വെച്ച് ദോശ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ മാവിൽ കുറച്ച് തിക്നെസ് കൂടുതലല്ലേ, അപ്പോൾ കുറച്ച് വെള്ളവും ഒഴിച്ച്, പിന്നെ നമ്മുടെ ഉപ്പിട്ടിട്ടില്ലായിരുന്നു, ഉപ്പും കൂടി ഇട്ടിട്ട് ഞാൻ ദോശക്കല്ലിലോട്ട് നമ്മുടെ മാവ് ഒഴിച്ച് പരത്തി കൊടുക്കണുണ്ട്. ഇത് ഒരുപാട് ഞാൻ പരത്തുന്നില്ല, കാരണം നമ്മുടെ പാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ കോട്ടിംഗ് ഒക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്, അപ്പം അത് ഇളകി വരില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ചെറുതായിട്ടാണ് ചുടുന്നത്. അടുത്ത് നമ്മുടെ ബാക്കി വന്ന തേങ്ങ എടുത്ത് ഞാൻ ഫ്രിഡ്ജിനകത്തോട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ദോശ ചൂടാവാനായിട്ട് ഞാൻ വേവാനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫ്ലെയിം കുറച്ചാണ് വെച്ചിരിക്കുന്നത്. ഞാൻ ഫ്ലെയിം കൂട്ടി വെച്ച് ദോശ ഇട്ട് ഞാനത് കരിഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തന്നെയാണ് ചുടുന്നത്. എന്താ പാത്രമൊക്കെ എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ ദോശ വേകുന്നവരെ പിന്നെയും ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ നമ്മുടെ ദോശ വെന്തിട്ടുണ്ട് അവസാനം. അത് ഫസ്റ്റ് ദോശ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്, നിങ്ങൾ തെറ്റിദ്ധരിക്കലും. ഞാൻ എപ്പോൾ ഉണ്ടാക്കിയാലും ആദ്യത്തെ ദോശ ഒരുമാതിരിയൊക്കെ വരും. അങ്ങനെ അടുത്ത ദോശക്കുള്ള മാവും ഒഴിച്ച് കൊടുക്കുന്നത്. തീ ഇടയ്ക്കൊന്ന് ഞാൻ കൂട്ടിയായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് മാവ് ഒഴിച്ചപ്പോൾ ആദ്യം അങ്ങനെ വന്നത്. അങ്ങനെ അത് ഒഴിച്ചിട്ട് നമ്മുടെ വാഷിംഗ് മെഷീനിൽ നിന്നുള്ള തുണി നനയ്ക്കായിട്ടിട്ടുണ്ടായിരുന്നു, അപ്പം അതെടുത്തെടുത്ത് വിരിക്കണം. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ദോശ ചുടുന്നതൊന്നും ഞാൻ എടുത്തില്ല, അപ്പോഴത്തേക്ക് ദുരി ഉണർന്നായിരുന്നു. അപ്പോൾ അവനെ ഞാൻ കൊഞ്ചിക്കുന്നതാണ്. അങ്ങനെ ദുരിയായിട്ട് കുറച്ച് നേരം കളിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തുണി വിരിക്കാനായിട്ട് വന്നേ.
നമ്മൾ രാത്രിയിൽ തന്നെ ഞാൻ തുണി നമ്മൾ കിടക്കാൻ നേരം ഓണാക്കി ഇടുവേ. എന്നിട്ട് പിന്നെ രാവിലെ ആകുമ്പം എടുത്ത് വിരിക്കുന്ന ജോലിയുള്ളൂ. അല്ലെങ്കിൽ രാവിലെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ടൈം എടുക്കും, അപ്പോഴത്തേക്ക് വെയിലൊക്കെ വന്നു പോകും. ഇതാകുമ്പം നമുക്ക് രാവിലെ തന്നെ ഇടാമേ. അപ്പം ഒരു കുറച്ച് ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ലപോലെ ഉണങ്ങി കിട്ടും. അപ്പോൾ ഉണ്ണി പോകുന്നതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ലേ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ദുവിക്ക് കഴിക്കാനായിട്ട് ഏത്തക്ക പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. ഇത് നമ്മുടെ കിഴക്കൻ കായാണ്. കിഴക്കൻ കാ വേവിച്ചാൽ നല്ല കട്ടിയായിരിക്കും, അപ്പോൾ അത് മിക്സിയിൽ ഉടച്ച് കൊടുക്കാനേ പറ്റത്തുള്ളൂ. നമ്മുടെ ഇവിടെ ഉള്ളതാണെങ്കിൽ നമുക്ക് കൈ കൊണ്ട് ഞെവിടി എടുത്താൽ മതി, അതിങ്ങനെ ഉടച്ച് കൊടുത്താൽ മതി. അപ്പോൾ അത് ഞാൻ ദുവിക്ക് മിക്സിയിലൊക്കെ ഇട്ട് അടിച്ച് കൊടുത്തിട്ട് അമ്മാമ്മയുടെ കൊടുത്ത്, അമ്മാമ്മയാണ് മിക്കപ്പോഴും രാവിലെ അവന് ഫുഡ് കൊടുക്കുന്നത്. എന്നിട്ട് ആ ടൈമിൽ കൊണ്ട് ഞാൻ വീടിനകമൊക്കെ വൃത്തിയാക്കാനാണ് നോക്കണത്. അങ്ങനെ അത് റൂമിൽ വന്നിട്ട് ബെഡ്ഷീറ്റൊക്കെ ആദ്യം ഒന്ന് കുടഞ്ഞ് വിരിച്ച് എല്ലാം വൃത്തിയായിട്ട് മടക്കി വയ്ക്കുവാണ്. അവനാ കഴിക്കുന്ന സമയം മാത്രമേ ഉള്ളൂ എനിക്ക് ഇവിടെ എല്ലാം വൃത്തിയാക്കാനുള്ള സമയമേ. അങ്ങനെ ഞാൻ എല്ലാം മടക്കി ഒതുക്കി. കുറേ ഡ്രസ്സൊക്കെ താഴെയൊക്കെ കിടന്നു, അതൊക്കെ എടുത്ത് മടക്കി വെച്ച്. ഈ ഉണ്ണിയുടെ പരിപാടിയാണ്, ജോലിക്ക് പോകുന്ന സമയത്ത് ഒരെണ്ണം തപ്പാനായിട്ട് എല്ലാം കൂടെ വലിച്ച് വാരിയിടും അലമാരിക്കകത്തുനിന്ന്. പിന്നെ അത് പോകുമ്പോൾ ഞാൻ തന്നെ ഇന്ന് കുത്തിയിരുന്നെല്ലാം എടുത്ത് വെക്കണം. പിന്നെ നനയ്ക്കാനുള്ളതും നനയ്ക്കാത്തതും ഒക്കെ ആയിട്ടുള്ളത് ഒക്കെ മടക്കി ഞാൻ വെക്കുവാണേ. അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോൾ ഇതവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുവാണ്. എന്നിട്ട് ഞാൻ പിന്നെ തിരിച്ചു വന്നിട്ട് വീടിനകം തൂക്കാനാണ് നോക്കുന്നത്. അപ്പം ഇവൻ ഉള്ളതുകൊണ്ട് ഒരു ദിവസം ഒരു 3 നേരം അങ്ങനെ തൂക്കാറുണ്ട് വീട്. ഇവൻ ദുവിയാണെങ്കിൽ മുക്കിലും മൂലയിലും ഒക്കെ പോയിട്ട് ഓരോന്നൊക്കെ പറക്കൊണ്ട് വരും. അങ്ങനെ താഴെ ഒന്നും ഇടാറില്ല, എപ്പോഴും തൂക്കുവേ. പിന്നെ ഇവൻ്റെ സ്വഭാവം താഴെ പോയി കിടന്ന് ടൈലിൽ നക്കും. അതുകൊണ്ട് എപ്പോഴും തുടയ്ക്കുകയും തൂക്കുകയും ഇത് തന്നെയാണ് ഇവിടുത്തെ എൻ്റെ ജോലി, സ്ഥിരം ജോലി. ഇത് തൂക്കുന്നതും തുടയ്ക്കുന്നതും ഇവിടുത്തെ എൻ്റെ ഡ്യൂട്ടിയാണ്. അങ്ങനെ ആ റൂമെല്ലാം തൂത്തിട്ട് ഞാൻ അവസാനം ഹാളിലോട്ട് വന്നിട്ടുണ്ട്. തൂത്ത് അവിടെ അവർ ഫ്രണ്ടിലിരിക്കുന്നതുകൊണ്ട് നോർമലി അങ്ങോട്ടാണ് തൂത്തിറക്കുന്നത്. അപ്പോൾ അവരവിടെ ഇരുന്ന് കഴിക്കുന്നതുകൊണ്ട് ഞാൻ അടുക്കളയിലോട്ടാണ് തൂത്തിറക്കുന്നത്. പിന്നെ അടുക്കളയിലോട്ട് അടുക്കളയും കൂടെ തൂത്തിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് മൂലക്കോട്ട് കൂട്ടി വയ്ക്കുന്നുണ്ട്. ഞാൻ ചവറ് വാരിയില്ലേ, അത് അമ്മമ്മ ബാക്കി വന്നിട്ടാണ് വാരുന്നത്. ഞാൻ ചവറെല്ലാം കൂടെ കൂട്ടി വെച്ച്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ദുവിയുടെ നനച്ച കുറച്ച് ഡ്രസ്സ് മടക്കി വയ്ക്കാനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെടുത്തിട്ടുകൊണ്ട് ഞാൻ മടക്കാൻ ഇരുന്ന് കുറച്ചും കൊണ്ട് മടക്കി. ഞാൻ ദുവിയാണെങ്കിൽ ഉറക്കം വന്നിട്ട് കുറച്ച് അലമ്പായി. അങ്ങനെ ഞാൻ കൈ കിട്ടിയതൊക്കെ എടുത്ത് മടക്കിയിട്ട് ബാക്കി ഞാൻ സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് അവനെ എടുക്കാനായിട്ട് പോയേ. അവനെ എടുത്ത് കുളിപ്പിച്ച് ഉറക്കിയിട്ട് ബാക്കി ചെയ്യാമെന്ന് കരുതിയിട്ടാണ് പോയത്. ഞാൻ അത്യാവശ്യം കുറച്ചൊക്കെ പകുതിയും കൊണ്ടൊക്കെ വരെ മടക്കി. അങ്ങനെ അവനെ എടുത്തുകൊണ്ട് പോയി കുളിപ്പിക്കാനായിട്ടാണ് പോയത്. അപ്പോൾ അതിന് മുന്നേ ഞാനൊന്നും അവനെ കുളിപ്പിക്കുന്നതിന് മുന്നേ അവൻ്റെ ഡ്രസ്സും സാധനങ്ങളും അവന് തേക്കാനുള്ള ക്രീം ഒക്കെ ഞാൻ പാമ്പേഴ്സ് ഇടാനുള്ള ഡ്രസ്സ് എല്ലാം എടുത്ത് കട്ടിലേ വയ്ക്കുക. അങ്ങനെ ഞാൻ അവനെ കുളിപ്പിക്കുന്നൊന്നും എടുത്തിട്ടില്ല. അവന് പാമ്പേഴ്സൊക്കെ ഇട്ട് കൊടുത്ത് ഡ്രസ്സ് ഇടുന്നതിൻ്റെ മേളമാണ് ഇവിടെ നടക്കുന്നത്. ഡ്രസ്സ് ഇടുമ്പം മിണ്ടാതെ കിടക്കണമെങ്കിൽ അവൻ്റെ കയ്യിൽ എന്തെങ്കിലും വേണം. അതിന് അവൻ്റെ മിനി ഫാനുണ്ട്, അപ്പോൾ അതെടുത്ത് കയ്യിൽ കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ ഒരു വിധത്തിൽ ഞാൻ നിന്ന് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തു. ഇനിയും മെയിനായിട്ടുള്ളൊരു കാര്യം ഇനിയാണ് വരാൻ പോണത്, മരുന്ന്. അവനാണെങ്കിൽ ഇപ്പം മുകളിലോട്ട് വളരും തോറും മരുന്ന് കുടിക്കാൻ ഭയങ്കര മടിയാണ്. പിടിച്ച് കിടത്തി 3 പേരൊക്കെ പിടിച്ചിട്ടൊക്കെയാണ് കൊടുക്കുന്നത്. ഇന്ന് ആദ്യം ആയതുകൊണ്ട് ഞാൻ കിടത്തി തന്നെ കൊടുത്തു. മറ്റേ നമ്മുടെ സാധനം ഉണ്ടല്ലോ, മറ്റേ അളവ് എഴുതിയിരിക്കുന്ന മറ്റൊരു അടപ്പ് പോലത്തെ സാധനം, അതിനകത്താണെങ്കിൽ ഇവൻ കയ്യിൽ പിടിച്ച് തട്ടിക്കളയും. അതുകൊണ്ട് ഞാൻ ഫുള്ള് മറ്റേ ഫില്ലറിനകത്ത് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അതാണെങ്കിൽ 1 മില്ലിയല്ലേ അതിൽ കൊള്ളൂ. ഈ പാരസെറ്റാമോളൊക്കെ നമുക്ക് 5 മില്ലിയൊക്കെ കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ 5 വട്ടമൊക്കെ അതിൽ ഇങ്ങനെ എടുത്തിട്ട് കൊടുക്കണം. അവനാണെങ്കിൽ ഓടി നടന്നിട്ടൊക്കെ കുടിക്കുവാണ്. മൊത്തം കരയുവാണ്. അവിടെ മരുന്ന് കുടിച്ചിട്ട് പോയിരുന്നിട്ട് അവിടെ നിന്ന് കരയണം. പിന്നെ അവസാനം ഒട്ടും ഇതാവാതെ വന്നപ്പോൾ ഞാൻ എടുത്ത് മടിയിൽ വെച്ചിട്ട് ആട്ടി എന്തൊക്കെയോ പറഞ്ഞ് ഞാൻ അവനെ ഒരു വിധത്തിൽ കുടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഇനിയുണ്ട്. ആദ്യം പാരസെറ്റാമോൾ, പിന്നെ ചുമയുടേത്. പാരസെറ്റാമോൾ കൊടുത്തത് വേറെ ഒന്നുമല്ല, അവനിടയ്ക്ക് ചുമയുണ്ട്. തലയൊന്നും കഴുകത്തില്ല, ഇപ്പം മേല് മാത്രമേ കഴുകത്തുള്ളൂ. 2-3 ദിവസം കൂടുമ്പോഴാണ് തല നനയ്ക്കുന്നത്. അങ്ങനെ മരുന്നെല്ലാം കൊടുത്തില്ല. ഇനി ആൻറ്റിബയോട്ടിക് ഉണ്ട്, അത് നമുക്ക് ഫ്രിഡ്ജിലല്ല വെച്ചിരുന്നത്. അപ്പോൾ കുറച്ച് തണുക്കാനുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അത് ലാസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ അത് മാത്രം ഞാൻ മറ്റേ അടപ്പ് പോലെ ഉണ്ടല്ലോ അതിനകത്താണ് ഒഴിച്ച് കൊടുക്കുന്നത്. വായ നല്ലോണം തുറന്ന് പിടിപ്പിച്ചിട്ട് ഒറ്റ ഇതായിട്ടങ്ങ് ഒഴിച്ച് കൊടുക്കും. കുറച്ച് 1 മില്ലി എന്തോ കൊടുക്കാനുള്ളൂ. അങ്ങനെ അതെടുത്തിട്ട് ആദ്യം അവനെ പിടിച്ച് മടിയിൽ കിടത്തി കുറച്ചൊക്കെ അവൻ്റെ മൈൻഡൊക്കെ ഒന്ന് മാറ്റിയിട്ട് കുറച്ചായിട്ടൊന്ന് ഒഴിച്ച് കൊടുത്ത് നോക്കി. അത് എന്തോ ടേസ്റ്റിന് എന്തെങ്കിലും ഇത് കാണും. അതുകൊണ്ട് മിണ്ടാതൊക്കെ ഇരുന്ന് കുടിച്ച് ഒരു വിധത്തിൽ മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഞങ്ങൾ ചാച്ചി ഒങ്ങാൻ പോണി.
നമ്മൾ ചാച്ചി ഒങ്ങിയിട്ട് വാടാവി ബൈ കൊടുക്കും. അപ്പോൾ ഞാൻ അവനെ ഉറക്കിയിട്ട് ബാക്കി പരിപാടി ഉണ്ടാകും. അങ്ങനെതാ കുറച്ച് നേരത്തെ പരിശ്രമത്തിനിടയിൽ ദിവ്യ ഉറങ്ങിയിരിക്കുകയാണ്. അങ്ങനെതാ അവനെ ഉറക്കിക്കെടുത്തിട്ട് ഞാൻ പിന്നെ എന്ത് ജോലി ചെയ്യാൻ പോയി. അപ്പോൾ ഇടയ്ക്ക് വന്ന് നോക്കിയപ്പോഴും അവൻ നല്ല ഉറക്കമായിരുന്നേ. അങ്ങനെ കുറേ നേരം കഴിഞ്ഞിട്ട് അവൻ എഴുന്നേറ്റത്. രാവിലെ കുളിപ്പിച്ചിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ അവൻ കുറച്ച് അധികം നേരം കിടന്നുറങ്ങുവേ. അപ്പോൾ ദാ അവൻ ഉറക്കമൊക്കെ ഉണർന്നിട്ടുണ്ട്. കുറേ നേരമൊക്കെ കഴിഞ്ഞാണ് ഉണർന്നത്. അപ്പോൾ ഉറക്കം ഉണർന്നിട്ട് ദാ അവൻ്റെ കളിയിലാണ്. അപ്പം ഇതൊരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് ഞാൻ എടുക്കാമെന്ന് കരുതിയത്. പക്ഷേ പിന്നെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഞാൻ വേറെ എവിടെയോ അമ്പലത്തിലൊക്കെ പോയായിരുന്നു ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ. അതുകൊണ്ട് പിന്നെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം ഇതെൻ്റെ മോർണിംഗ് റൊട്ടീൻ വീഡിയോ ആയിട്ട് എടുത്തേക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് എന്നും രാവിലെ ഞാൻ ഇവിടെ ചെയ്യുന്നത്. രാവിലെ എണീറ്റ് ജോലിയൊക്കെ കഴിഞ്ഞ് പിന്നെ അവനെ കുളിപ്പിച്ച് റെഡിയാക്കി കിടത്തി ഉറക്കി. പിന്നെ അത് അവൻ എണീക്കും. പിന്നെ ഇതൊക്കെ തന്നെയാണ് എൻ്റെ രാവിലത്തെ പരിപാടി. അപ്പം ഇനി ഒരു ഡേ ഇൻ മൈ ലൈഫ് ഞാൻ വേറൊരു ദിവസം എടുത്ത് ഫുള്ളായിട്ട് കാണിക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളേ. അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. കൂടെ കമൻറ്റും കൂടെ ചെയ്യണേ. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.